വാ വാ വാ, താഴെ പോ പോയി വാ, താഴോട്ട് പോ പോയിനോ. ഓക്കേ, എൻ്റെ ചാർജർ വരുന്ന വഴി എവിടെയെങ്കിലും കിട്ടിയ ടൈപ്പ് സി. അയ്യോ പോയി, എവിടെയോ വൃത്തിയായല്ലേ ഇവിടെ. പുല്ല് വെച്ച് പിടിപ്പിക്കണം, മൊത്തം പുല്ല് വയ്ക്കണം. ഫുൾ CO3 CO5 കോയമ്പത്തൂർ ബയോടെക്നോളജി മോഡിഫൈഡ് സാധനങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്യണം. സൂപ്പറായി. അവിടെ കുറച്ചും കൂടെ മണ്ണ് കയറ്റാൻ എന്തെങ്കിലും വഴിയുണ്ടോ? സൂപ്പറാക്കി ഇവിടെയൊക്കെ. ഇഷ്ടം പോലെ സ്ഥലമായി ഇപ്പോൾ. കണ്ടോ, പക്ഷികളെയൊക്കെ കൂട്ടി പിടിച്ച് വളർത്തുന്നതിനെക്കാട്ടിൽ ഇതുപോലെ കുറേ ചെടികൾ വെച്ച് കഴിഞ്ഞാൽ എല്ലാ പക്ഷികളും ഇവിടെ വന്നോളും. തേൻ പിടിക്കാനും JCB വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇരയെ പിടിക്കാനും ഒക്കെ ആയിട്ട് എല്ലാം. എനിക്ക് ആദ്യം ഒരു ഇതുണ്ടായിരുന്നു ഇങ്ങനെ കേജിൽ വളർത്തണം, പിന്നെ അതിന് മാറി. പറക്കുന്നത് ഇതൊക്കെ പറക്കട്ടെ, കോഴി അതുപോലത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് എന്തായാലും കൾച്ചർ ചെയ്യേണ്ടതാണ് നമുക്ക് മീറ്റിന് വേണ്ടിയിട്ട്. അതൊക്കെ എന്തായാലും മുമ്പോട്ട് പോയേ പറ്റത്തുള്ളൂ. കണ്ടില്ലേ, ഈ ശബ്ദങ്ങളൊക്കെ എപ്പോഴും കേൾക്കാം, എല്ലാ വേർഡ്സും ഉണ്ട്. എല്ലാവരും പീസായി. ഇവിടെ ഇനി വണ്ടി വന്ന് ഇറങ്ങി തിരിക്കാൻ വേണ്ടിയായിട്ടുള്ള സെറ്റപ്പാണ് ഇവിടെ. ഇന്ന് തിരിഞ്ഞ് വരണം. വെള്ളം ഇനി അതുവഴി ഒലിച്ചു വരത്തുള്ളൂ. ഇവിടെ ഒരു കെട്ടും കൂടെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സൈഡും പ്രൊട്ടക്റ്റ് ആകും. ഈ സൈഡിന് കെട്ടിൻ്റെ ആവശ്യമില്ല. അത് റോഡ് ചെയ്ത് വന്നാലും ഒരു പരിധിയുണ്ട്. ഇപ്പോഴത്തെ ടിപ്പർ 2 വട്ടം മുകളിലോട്ട് അവിടെയൊക്കെ വന്നാലും നടക്കത്തുള്ളൂ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. ഇവിടെ ഇനി ഒരു ഓല വെച്ചിട്ട് ഒരു പെര കെട്ടണം, എന്തെങ്കിലുമൊക്കെ വെളിയിൽ സാധനം വയ്ക്കാനൊക്കെ ആയിട്ട്. പൈപ്പ് ത്രൂ ഔട്ട് റൺ ചെയ്യുന്നുണ്ട് എല്ലാ സ്ഥലത്തും. ഈ കിണറ്റിൽ നിന്നാണ് പമ്പ് ചെയ്യുന്നത്. കിണറ്റിൽ നിന്ന് പമ്പ് ചെയ്തിട്ട് മുകളിൽ ടാങ്കുണ്ട്, അവിടെ ഒരു 14 ലിറ്റർ കയറും. അപ്പോൾ ഒരു 20 ലിറ്റർ വേണം ഫുള്ള് ചെയ്യണമെങ്കിൽ. അപ്പോൾ തീരാറാകുമ്പോൾ പമ്പ് ചെയ്യും, വീണ്ടും 10,000 കയറ്റും. അങ്ങനെയാണ് പമ്പ് ചെയ്യുന്നത്. അപ്പോൾ തെങ്ങ്, കമുങ്ങ്, മാവ്, പ്ലാവ്, റംബൂട്ടാൻ, ജാതി, കൊക്കോ, അങ്ങനെയുള്ള ജാമ്പയ്ക്ക, പേരയ്ക്ക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ വളർന്ന് വരട്ടെ എന്നുള്ള രീതിയിലേക്കുള്ള സ്പേസിലൊക്കെ അങ്ങനെ നട്ട് വെച്ചു. ഇനി കുറച്ച് പുല്ല് നടണം, അതാണ് ഇനി അടുത്ത മെയിനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. CO3 CO5 ഇനത്തിൽപ്പെട്ട പുല്ലുകൾ ഇവിടെ മൊത്തം നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും റെയർ ചെയ്യണമെങ്കിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈവൻ കോഴിയാണെങ്കിൽ പോലും പുല്ലില്ലാതെ നടക്കത്തില്ല. അപ്പോൾ തീറ്റയാണ് ആദ്യത്തെ സംഭവം. അല്ലാതെ ഫസ്റ്റ് നമ്മൾ വേറെ കാലി വാങ്ങിച്ചിട്ട് തൊഴുത്തും കെട്ടിയിട്ട് കാര്യമില്ല. തൊഴുത്തിൻ്റെ പണി നടക്കുന്നുണ്ട്, ബയോഗ്യാസ് പണി നടക്കുന്നുണ്ട്. അതെല്ലാം വേസ്റ്റ് മാനേജ്മെൻറ്റ് ഭാഗമായിട്ട് ഇപ്പോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും അത് വേണം. അപ്പോൾ അതിന് വേണ്ടി റൺ ചെയ്യാൻ വേണ്ടിയാണ്, അതായത് ഫാമായിട്ടൊന്നുമല്ല. ഈ ഫീൽഡിലേക്ക് വേണ്ടിയായിട്ട് കിട്ടുന്ന വളം വേണം. അതിന് വേണ്ടിയായിട്ട് ഒരു കാലി പോട്ട് അങ്ങനെ നിന്ന് പോകുന്നു, മാറ്റി വേറെ വാങ്ങിക്കുന്നു, ചന്തയിൽ കൊണ്ടുപോയി സെല്ല് ചെയ്യുന്നു, ചന്തയിൽ നിന്ന് മേടിക്കുന്നു. ആ ഒരു രീതിയിൽ പോയി അത് മേടിക്കണം. ഇനി ഇവിടെയൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത് CO3 CO5 പുല്ലുകൾ. അപ്പോൾ പഴയ ഇവിടെ ഒന്നുമില്ല. ഞാനിവിടെയൊക്കെ ഈ വാഴയൊക്കെ പെട്ടെന്ന് വളർന്ന് ഇത്രയും പൊങ്ങിക്കൊണ്ടാണ് ഇത്രയും മാത്രം അറിയുന്നത്. അല്ലെങ്കിൽ ഇവിടെ എല്ലാം ഒന്നുമില്ല, ഈ തൈകൾ മാത്രമായിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഉള്ളത് ഈ മരമായിരുന്നു. ഈ മരം മാത്രമാണ്. വേറെ മരം അപ്പുറത്തുണ്ടായിരുന്നു, അത് മറിഞ്ഞ് വീണു. അപ്പോൾ അത് അവിടെ നിന്ന് മാറ്റിയായിരുന്നു. എന്നിട്ട് ഇവിടെ ഈട്ടി ഉണ്ടായിരുന്നു, അതിൽ ഫർണിച്ചേഴ്സ് താഴെ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അത് കണ്ടില്ലേ, മുകളിലൊരു വലിയ പാറയുണ്ട്, വലിയൊരു. അപ്പോൾ അത് അപ്പുറത്തുള്ള വഴിയുണ്ട്, അങ്ങനെ കയറി നമുക്ക് അങ്ങ് പോകാൻ പറ്റുന്നുണ്ട് മുകളിലൊക്കെ. ഇങ്ങനെയുണ്ട് ഭൂമി ഇപ്പോൾ. ഓടാൻ നല്ല സുഖമുണ്ടല്ലേ, കല്ലൊന്നും കൊള്ളണ്ടല്ലേ. പോയോ എവിടെടാ, പോയിക്കോട്ടെ എവിടെ. പമ്പ് ചെയ്യണം മുകളിൽ, കണ്ടില്ലേ വെള്ളം തീരാറായി. അപ്പോൾ ഇനി നമ്മൾ
ഇവിടുന്ന് പമ്പ് ചെയ്ത് കയറ്റുമ്പോഴത്തേക്ക് രാവിലെ വന്ന് പമ്പ് ചെയ്ത് കയറ്റി കഴിഞ്ഞാൽ വെള്ളം വീണ്ടും നിറഞ്ഞ് കിടക്കും. വീണ്ടും അടുത്ത് 10,000 ലിറ്റേഴ്സ് പമ്പ് ചെയ്യാനാണ്. അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്യേണ്ടിയിരിക്കുന്നു. രാവിലെ വന്ന് പമ്പ് ചെയ്ത് കയറ്റി വിടുന്നു, പിന്നെ വൈകിട്ട് അത് തീരുമ്പോഴത്തേക്കും അടുത്തത് പമ്പ് ചെയ്യുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്, ഈട്ടിമരം ഇവിടെ ഉണ്ടായിരുന്നതിൽ കുറച്ച് ഫർണിച്ചേഴ്സ് ചെയ്യുന്ന കാര്യം. ഓക്കെ, ഇതൊരു 1/2 hour റൺ ചെയ്യാനുള്ള വെള്ളം എന്തായാലും കാണണം. അപ്പോൾ ടൈം നോക്കാൻ എൻ്റെ കയ്യിൽ ഒന്നും ഇല്ല. മൊബൈല് ഓഫ്, ചാർജർ എവിടെയോ കളഞ്ഞ്. ഇഷ്ടംപോലെ വെള്ളമുണ്ട്. ഓക്കെ, വേറെ ഇതാണ് അപ്ഡേറ്റ്. ഇവിടെ പയർ നട്ടൊക്കെയാണ് ഗൈസ്. ഫുള്ള് കിളികളാണ്. അയ്യോ, എന്തുമാത്രം കിളികളാണെന്നറിയോ തേൻ കുടിക്കാനും വാഴയിൽ വരുന്നിരിക്കുന്നത്. രാവിലെയൊക്കെ പറഞ്ഞാൽ നല്ല മഞ്ഞാണ്. ഇപ്പം വൈകിട്ടായതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ലൈറ്റിൻ്റെ കുറവ്. ഭൂമി വാടി, ഭൂമി വാ. അവിടെ മൈനകൾ വന്ന് അവിടെ നോക്കിയാൽ തെങ്ങിൻ്റെ എത്തിച്ചാടി എന്തൊക്കെയാണ് കഴിക്കുക. ഇവിടെ കിളച്ചുകൊണ്ട് എന്തൊക്കെയൊക്കെയോ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അവർക്ക് പിന്നെ ഭൂമിക്ക് എന്തൊക്കെയോ മണം കിട്ടുന്നുണ്ട്. മണ്ണിൻ്റെ ഇളകിളകുന്നുണ്ട്. ട്രൈ ചെയ്ത് പോവുക. ഫോയെ കണ്ടുപിടിക്കട്ടെ. ഫോയ ആശാൻ മുങ്ങിയൊക്കെയാണ് അവിടെ.